മഹാരാഷ്ട്രയിലെ ബദ്ലാപൂർ ബലാത്സംഗ കേസിലെ പ്രതി അക്ഷയ് ഷിൻഡെയുടെ കസ്റ്റഡി മരണത്തിന് ഉത്തരവാദികൾ 5 പോലീസ് ഉദ്യോഗസ്ഥരെന്ന് കണ്ടെത്തൽ. ഹൈക്കോടതിയിൽ സമർപ്പിച്ച ജുഡീഷ്യൽ അന്വേഷണ റിപ്പോർട്ടിലേതാണ് കണ്ടെത്തൽ. പോലീസുകാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാമെന്ന് മഹാരാഷ്ട്ര സർക്കാർ ബോംബെ ഹൈക്കോടതിയെ അറിയിച്ചു. ബദ്ലാപൂർ കേസിലെ മജിസ്ട്രേറ്റ് തല ജുഡീഷ്യൽ അന്വേഷണ റിപ്പോർട്ടാണ് ബോംബെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മുമ്പാകെ വന്നത്. റിപ്പോർട്ടിൽ 5 പോലീസ് ഉദ്യോഗസ്ഥർ ഷിൻഡെയ്ക്കൊപ്പം വാനിലുണ്ടായിരുന്നതായും കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കടക്കാതെ സാഹചര്യം നിയന്ത്രിക്കാമായിരുന്നിട്ടും വെടിവയ്പ്പിലേക്ക് കാര്യങ്ങൾ എത്തിച്ചെന്നും പറയുന്നുണ്ട്. പോലീസ് നടപടി നീതീകരിക്കാനാകില്ലെന്നും റിപ്പോർട്ടിലുണ്ട്. പോലീസ് റിവോൾവർ ഉപയോഗിച്ച് പ്രതി വെടിയുതിർക്കാൻ ശ്രമിച്ചുവെന്ന വാദം തെറ്റെന്ന് തെളിയിക്കുന്നതാണ് റിപ്പോർട്ട്. പ്രതിയുടെ വിരലടയാളം പിസ്റ്റളിൽ ഇല്ലായിരുന്നുവെന്ന സുപ്രധാന കണ്ടെത്തലും പോലീസിനെതിരായ തെളിവായി റിപ്പോർട്ടിലുണ്ട്. 2024 ഓഗസ്റ്റിലാണ് 24-കാരനായ അക്ഷയ് ഷിൻഡെയെ ബലാത്സംഗ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ബദ്ലാപൂർ സ്കൂളിലെ ടോയ്ലറ്റിൽ 2 പെൺകുട്ടികളെ ലൈംഗികമായി ഉപദ്രവിച്ചു എന്നായിരുന്നു കേസ്. തുടർന്ന് സെപ്റ്റംബർ 24-ന് ചോദ്യം ചെയ്യലിനായി ട്രാൻസിറ്റ് റിമാൻഡിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ പോലീസ് വെടിവയ്പിൽ ഷിൻഡെ കൊല്ലപ്പെടുകയായിരുന്നു. പ്രതിയെ വെടിവെച്ചത് സ്വയം രക്ഷയ്ക്ക് വേണ്ടിയുള്ള നടപടിയെന്നായിരുന്നു പോലീസ് അവകാശപ്പെട്ടത്. ഈ വാദത്തെ അന്വേഷണ റിപ്പോർട്ട് തള്ളുന്നു. കേസിൽ പോലീസിനെതിരെ പരാതിയുമായി അക്ഷയ് ഷിൻഡെയുടെ കുടുംബം നേരത്തെ രംഗത്തെത്തിയിരുന്നു. നിരായുധനായിരുന്ന മകന് ആക്രമണം നടത്താൻ കഴിയില്ലെന്നായിരുന്നു പ്രതിയുടെ അമ്മ പറഞ്ഞത്. പോലീസിനെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസും ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയും രംഗത്തെത്തിയിരുന്നു. എന്നാൽ കൊല്ലപ്പെട്ട പ്രതിയുടെ കുടുംബത്തിന്റെ വാക്കുകളെ സാധൂകരിക്കുന്ന വിവരങ്ങളാണ് റിപ്പോർട്ടിലേത്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.